ഗുരുതര പരിക്കേറ്റ രോഗിയുമായി പോയ ആംബുലൻസിന്റെ വഴിമുടക്കി ബൈക്ക് യാത്രിക നിരന്തരമായി ഹോണടിച്ചിട്ടും ബൈക്ക് മാറ്റിയില്ല എന്ന പരാതിയാണ് ഉയരുന്നത്. കലൂർ മെട്രോ സ്റ്റേഷന് സമീപം ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായുണ്ട്. ശ്യാം, ഇത് എന്താണ് ഒരു മനസ്സലിവില്ലാതെ ഒരു ഹുങ്ക് കാണിക്കുകയാണ്. ആ രീതിയിലാണ് ഇങ്ങനെ ഒരു വാഹനത്തിന് മുന്നിൽ, പ്രത്യേകിച്ച് ഒരാളെ കൊണ്ടുപോവുകയാണ്, അത്യാസന്ന നിലയിൽ കൊണ്ടുപോകുന്ന ഒരു സമയത്ത്. ചെവി കേൾക്കാൻ കഴിയാത്ത ആളൊന്നും അല്ലല്ലോ അല്ലേ? രതീഷ്, അതായത് ഇന്നലെയാണ് ഈ സംഭവം. അതായത് കലൂര് മെട്രോ സ്റ്റേഷൻ സമീപത്ത് നിന്നും സിഗ്നൽ വരെയുള്ള ആ യാത്രയാണ് നമ്മൾ കാണുന്നത്. ആ ആംബുലൻസിന് തൊട്ട് മുന്നിൽ ഒരു തരത്തിലുള്ള ഇതും കൂടാതെ അവരങ്ങനെ വാഹനം ഓടിച്ചു പോവുകയാണ്. ആലുവയിലെ CA ആശുപത്രിയിൽ നിന്നും കൈയറ്റ രോഗിയുമായി കൊച്ചിയിലെ സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിലേക്ക് പോയ ആംബുലൻസാണ്. ഈ ആംബുലൻസ് നിരന്തരമായിട്ട് ഹോണടിക്കുന്നുണ്ട്. അത് മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലുള്ള ഒരു ബൈക്കാണ്. ഈ ബൈക്ക് യാത്രികയ്ക്ക് നിരന്തരമായി ഹോണടിച്ചുവെങ്കിലും ഇവർ ആ റൂട്ടിൽ അപ്പുറവും ഇപ്പുറവും മാറ്റിയിട്ട് വാഹനം നീക്കുക മാത്രമാണ് ചെയ്തത്. പുറകിൽ ആംബുലൻസ് ആണെന്ന് കൃത്യമായ രീതിയിൽ അറിയാം. കാരണം ആംബുലൻസിൻ്റെ ആ ഒരു സൈറൺ മുഴങ്ങുന്നതൊക്കെ നമുക്ക് ആ വീഡിയോയിൽ തന്നെ കാണാം. ആ ആംബുലൻസിനുണ്ടായിരുന്ന മറ്റ് ഡ്രൈവറെ കൂടായിരുന്ന മുമ്പിലിരുന്ന മറ്റൊരാൾ പകർത്തിയ ദൃശ്യമാണ് അത്. ആ ദൃശ്യത്തിൽ അത് വ്യക്തമാണ്. ഈ യുവതി ഒരു കൂസലുമില്ലാതെ ആ വാഹനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. തൊട്ടുപുറകിൽ ആംബുലൻസ് ആണെന്ന് അറിഞ്ഞിട്ട് പോലും അതിന് സൈഡ് കൊടുക്കാൻ തയ്യാറാകുന്നില്ല. സമീപത്തെ മറ്റ് വാഹനങ്ങളൊക്കെ ഈ ആംബുലൻസിന് സൈഡ് കൊടുക്കുന്നുണ്ടെങ്കിലും പക്ഷേ ഈ വാഹനം തൊട്ട് മുന്നിൽ കിടന്നിങ്ങനെ കളിക്കുന്നതിനാൽ ഈ ആംബുലൻസിന് മുന്നോട്ട് കയറിപ്പോകാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടായതോടെയാണ് അത് വീഡിയോ ആയിട്ട് അവർ ചിത്രീകരിക്കുകയും ചെയ്തത്. എന്തായാലും ഇത് ചിത്രീകരിച്ച ശേഷം ഈ രോഗിയെ എത്തിയ ശേഷം ഉടൻ തന്നെ പാലാരിവട്ടം പോലീസിൽ ഇത് സംബന്ധിച്ച ഈ ആംബുലൻസ് ഡ്രൈവർ പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതി ഗൗരവത്തോടെയാണ്. കാരണം പലപ്പോഴായി നമ്മൾ പല സംഭവങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അന്നൊക്കെ ശക്തമായ നടപടി MVDയുടെ ഭാഗത്ത് നിന്നും ഈ ദൃശ്യങ്ങൾ സഹിതം ഉള്ള സ്ഥിതിക്ക് അത് എളുപ്പമാണ് നടപടിക്ക് വിധേയമാക്കാൻ, കണ്ടെത്താൻ. അങ്ങനെയുള്ള ഒരു പെട്ടെന്നുള്ള ഒരു നടപടിയിലേക്ക് പോകാനുള്ള സാധ്യത തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് തന്നെ പോകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. യുവതിയെ കണ്ടെത്താനായിട്ടുണ്ട്. കാരണം നമ്പർ പ്ലേറ്റ് വെച്ച് കൃത്യമായ രീതിയിൽ യുവതിയെ ട്രേസ് ചെയ്തു. മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലുള്ള ബൈക്കാണ്. ഈ ബൈക്ക് ഓടിക്കുന്ന യുവതി സാധാരണഗതിയിൽ സ്കൂട്ടറൊക്കെയാണ് സ്ത്രീകൾ ഓടിക്കാറുള്ളത്. പക്ഷേ ബൈക്ക് ഓടിക്കുന്ന സ്ത്രീകളും ഒക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും നിയമം പാലിച്ചുകൊണ്ട് വാഹനം ഓടിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആംബുലൻസ് പോലെയുള്ള വാഹനങ്ങൾ വരുമ്പോൾ മറ്റു വാഹനങ്ങൾ സൈഡ് ഒതുക്കി, അതായത് ഗുരുതരമായ രോഗിയെ കൊണ്ടുപോകുമ്പോഴാണ് സൈറൺ മുഴുക്കി ആംബുലൻസ് പോകുന്നത്. ആ ഘട്ടത്തിൽ വാഹനം സൈഡ് ഒതുക്കി ആ ആംബുലൻസിന് കടന്നു പോകാനുള്ളൊരു മാന്യത അത് മിക്ക ഡ്രൈവർമാരും കാണിക്കേണ്ടതാണ്. കാരണം അത്തരത്തിൽ ഡ്രൈവർമാരായിട്ടുള്ള ബസ് ഡ്രൈവർമാരും കാർ ഡ്രൈവർമാരും ഒക്കെ സൈഡ് ഒതുക്കിയെങ്കിലും ഈ യുവതി കാരണം ഈ ആംബുലൻസിന് മുന്നോട്ട് നീങ്ങാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. എന്തായാലും നിലവിൽ യുവതിയെ കണ്ടെത്തിയിട്ടുണ്ട്. നാളെ രാവിലെ 11 മണിക്ക് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുവാനാണ് യുവതിയോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിനുശേഷം മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോലീസും ഒരുപക്ഷെ ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ MVD അടക്കമുള്ളവർ എന്തായാലും നിയമനടപടിയുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യത. എന്തായാലും വെളിവുള്ള ആരും ചെയ്യാത്ത പണിയാണ്. അപ്പോൾ തീർച്ചയായും ഇതിന് മാതൃകാപരമായ ശിക്ഷ നൽകണം. ഈ യുവതിയുടെ ലൈസൻസ് ഉൾപ്പെടെ വേണമെങ്കിൽ കുറച്ച് നാളത്തേക്ക് റദ്ദാക്കിയ സസ്പെൻഡ് ചെയ്യേണ്ട നടപടിയാണ്. കാരണം ഒരു അത്യാസന്ന നിലയിലുള്ള ആൾ കയ്യറ്റ രോഗിയുമായിട്ടാണ് പോവുകയാണ്. അപ്പോൾ ഓരോ സമയവും വളരെ പ്രധാനപ്പെട്ടതാണ്.